ഞാനൊരു മെഡിക്കൽ അധ്യാപകനും കൂടിയായിരുന്നു. അപ്പം ഒരിക്കൽ ഞാൻ മെഡിക്കൽ അധ്യാപകനായിരുന്നപ്പോൾ അതിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി പിന്നെ അയാൾ തേർഡ് ഇയർ ഞങ്ങളുടെ അടുത്ത് പോസ്റ്റിങ്ങിന് വരും. ഇപ്പം സാധാരണ ഉള്ള മാനസിക രോഗങ്ങളെ പറ്റിയുള്ള ഒരു അവരെ പരിചയപ്പെടുത്തുക, ഒരു അത്യാവശ്യമുള്ള ചികിത്സയ്ക്കുള്ള ഒരു പ്രാപ്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതിനൊക്കെ ഒരു 2 ആഴ്ചത്തെ ഒരു ക്ലിനിക്കൽ പോസ്റ്റിങ്ങിലാണ് അവർ വരുന്നത്. ക്ലിനിക്കൽ പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ അവർ വരണം, രോഗികളുടെ കാര്യം ചോദിച്ച് മനസ്സിലാക്കണം, ശാരീരിക പരിശോധന വേണ്ട അതെല്ലാം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സാധ്യതയുള്ള രോഗങ്ങളെപ്പറ്റി ഉള്ള ഒരു ബോധം കൊടുക്കുക. അപ്പോൾ അതിന് ഞങ്ങൾ ക്ലിനിക്കൽ ക്ലാസ്സസ് എടുക്കും. അപ്പോൾ അതിലൊക്കെ വളരെ നന്നായിട്ട് വെച്ചിരുന്ന ഒരാൾ സജീവൻ എന്ന് പറയാം. ഈ സജീവൻ ഒരു വളരെ നിർധന കുടുംബത്തിലെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഫസ്റ്റ് MBBS എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് തേർഡ് ഇയറിൽ വരുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അച്ഛനൊരു കർഷക തൊഴിലാളിയായിരുന്നു. പിന്നെ എന്തോ ഇതൊക്കെ വന്ന് അയാൾക്കൊരു അസുഖമൊക്കെ വന്നപ്പം അതൊന്നും ചെയ്യാൻ പറ്റാതെ ഒരു ചെറിയ പീഡിക മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രദർ ഒരു റബ്ബർ വെട്ടുകാരനാണ്. പിന്നെ ഇവൻ ഭയങ്കരമായിട്ട് പഠിക്കും, മിടുക്കനാണ്. പഠിച്ച് അവരുടെ പ്രദേശത്തെ ഏറ്റവും ടോപ്പായിട്ട് സ്കൂളിൽ നിന്ന് ജയിച്ചു. അപ്പം ഇവനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു സാധു കുടുംബത്തിലെ നല്ലൊരു പയ്യൻ. അങ്ങനെയാണ് അവൻ മെഡിസിൻ അഡ്മിഷൻ കിട്ടി. അവന് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ അവന് കിട്ടി. വളരെ നല്ല മാർക്കോട് കൂടിയാണ് അവൻ ഫസ്റ്റ് MBBS ഇത് ചെയ്ത്. അത് കഴിഞ്ഞാണ് ഈ തേർഡ് ഇയർ പോസ്റ്റിങ്ങിന് വന്നിരിക്കുന്നത്. മിടുക്കനാണ്. അപ്പം ഇവൻ ഒരു ദിവസം അപ്പം ഞങ്ങൾ പലതും പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പം ഡെലീറിയം എന്ന് പറഞ്ഞാൽ ഈ മാനസിക രോഗം അല്ല, പക്ഷേ ശാരീരിക രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പനി വരുമ്പോൾ ചിലർ പിച്ചും പേയും പറയുന്ന പോലെ വരുന്നില്ലേ, അതുപോലെ പല അസുഖങ്ങളിലും വരാം ഡെലീറിയം. അപ്പോൾ അതിനെപ്പറ്റി ഒരു പേഷ്യൻറ്റിനെ കാണിച്ചു കൊടുത്തു. ഇവൻ തന്നെ അത് പ്രസൻറ്റ് ചെയ്തു, അതിൻ്റെ ക്ലാസ്സൊക്കെ എടുത്തു. ഇത് കഴിഞ്ഞ് ഞാൻ കേൾക്കുന്നത് ഒരു ദിവസം ഒരു ഞായറാഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ. വൈകുന്നേരം എനിക്കൊരു ഫോൺ വരുന്നു, ഹോസ്റ്റലിൽ നിന്നാണ്, മെൻസ് ഹോസ്റ്റൽ. സാറേ, കുമാർ സാറല്ലേ, ഒന്ന് വേഗം ഒന്ന് ഹോസ്റ്റലിൽ വരാമോ, ഒരു അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞ്. അപ്പോൾ 1-2 എനിക്കറിയുന്നതും ഞാൻ അറിയുന്നതുമായ കുട്ടികളാണ്. അവർ വിളിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ബാച്ചിലെ സജീവൻ അവനിങ്ങനെ വളരെ വയലൻ്റായിരിക്കുകയാണ്. ഹോസ്റ്റലിൻ്റെ മുറിയിൽ അവൻ വാതിലും അടച്ച് റിസപ്ഷൻ റൂമിൽ താഴത്തെ സ്വീകരണ മുറിയിൽ. അപ്പോൾ അവിടെയാണ് പത്രമാസികൾ ഇടുന്നതും ഫോൺ ഇരിക്കുന്നതും ഒക്കെ അവിടുത്തെ കോമൺ റൂം. അവിടെ വാതിലടച്ചിരിക്കുകയാണ്. ഭയങ്കര വയലൻ്റാണ്. അവൻ മുറിയിൽ നിന്ന് വെളിയിറങ്ങുന്നതെന്ന് മാത്രമല്ല, ഈ മുറി തുറന്ന് കയറാൻ ആരോ വെൻറ്റിലേറ്ററിൻ്റെ മുകളിൽ കൂടെ കൈയിട്ട് കുറ്റിയെടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവൻ ഒരു തടിക്കഷ്ണമറ്റ മുറിയിലുള്ളതെടുത്ത് അടിച്ച് അവൻ്റെ വിരളെല്ലാം ചതഞ്ഞു. ഭയങ്കര വയലൻ്റാണ്. കംപ്ലീറ്റ് തെറിയും വിളിച്ചിരിക്കുകയാണ്. സാറൊന്നും വരണം. അപ്പോൾ ഞാനൊരു സിനിമയ്ക്ക് മറ്റേ പോകാനാണ് അന്ന്. ഞാൻ മിക്കവാറും സിനിമയാണ് എൻ്റെ ഈവനിങ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. ഞാനപ്പം ഭാര്യയോട് പറഞ്ഞു, ഇന്നിപ്പം സിനിമ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ ആദ്യം അവരോട് പറഞ്ഞു, ഞാൻ രാത്രി വരാം, 9:30 വരാം. അയ്യോ സാറേ, അത് പറ്റത്തില്ല, കാര്യം ഇതാണ്. അപ്പോഴും കാര്യം പറഞ്ഞിട്ടില്ല. ആദ്യം ഒരു കാര്യം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. സാറൊരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ വാ എന്നിട്ട് പോകാം. പിന്നെ അപ്പം സിനിമ വിട്ടിട്ട് ഞാൻ പോയി. അപ്പം ഇവരിപ്പോൾ കാര്യം എന്നോട് പറഞ്ഞു ഇതാണെന്ന്. അപ്പം സംഭവം മോശമാണ്. നമ്മളൊരു ഹോസ്റ്റലിൽ ഒരു മുറിയിൽ ഒരുത്തൻ വയലൻ്റായിട്ട് കയറി ഇരിക്കുകയാണ്. അവനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിക്കണം. ഇതിന് കുട്ടികൾക്ക് സഹായം കൊടുക്കണം. ഞാൻ പോണ വഴിക്ക് ഇത് പറയാം, കോട്ടയം മെഡിക്കൽ കോളേജാണ്. അപ്പം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പ് കൂടെയാണ് പോകുന്നത്. ഞാൻ അവിടെ ഇറങ്ങി. അവിടുത്തെ SA എനിക്കറിയാം. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിനാണ് പോണേ, നിങ്ങളിപ്പോൾ എനിക്ക് സഹായമൊന്നും വേണ്ട, പക്ഷേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ചിലപ്പോൾ അയാളെ ഒന്ന് ഇച്ചിരി നിർബന്ധിച്ച് തന്നെ ആശുപത്രി കൊണ്ടുവരേണ്ടി വരുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഏതായാലും പോണ വഴിക്ക് ഞാൻ അവിടെ ചെന്ന് വെളിയിൽ നിന്ന് പറഞ്ഞു, കുറേ നേരം വിളിച്ച്. ഇപ്പോൾ ഇവർ പറഞ്ഞു കുമാർ സാറിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുമാർ സാറെന്ന് പറഞ്ഞാൽ ഇവനെ ഇഷ്ടമാണ് എന്നെ. കാര്യം ഇവനന്ന് ഞാൻ ഒരുപാട് പ്രശംസിക്കുകയൊക്കെ ചെയ്തു. ഇവൻ നന്നായിട്ട് കേസൊക്കെ പ്രസൻറ്റ് ചെയ്തു. അവൻ ഒരു പാവൊരുത്തനാണ്. അപ്പം കുമാർ സാർ, അതായത് നമ്മുടെ സൈക്യാട്രി അത് തന്നെ സൈക്യാട്രി കുമാർ സാറാണ് എന്നൊക്കെ പറഞ്ഞ്. കുമാർ സാറേ, ഞാൻ ഇവന്മാരോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ, എങ്കിൽ ഞാൻ വാതിൽ തുറക്കാമെന്നൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ ഡയലോഗ് നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ജീപ്പിൻ്റെ ശബ്ദം നോക്കിയപ്പോൾ പോലീസുകാരെ SIക്ക് ഇരിക്കപ്പുറയില്ല. അയാൾ 2 പോലീസുകാരെയും ഒരു ഹെഡ് കോൺസ്റ്റബിളിനെയും ചേർത്ത് ജീപ്പ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ
ഇവൻ വാതിൽ തുറക്കാൻ വരാമെന്ന് പറഞ്ഞ ഇവൻ പെട്ടെന്ന് സാറേ കൊള്ളാം, സാറ് പോലീസിനെയും കൊണ്ടാണ് വന്നിരിക്കണത് അല്ലേ, അവന് ജീപ്പിൻ്റെ ശബ്ദം പിടികിട്ടി. പിന്നെ എന്താ പിന്നെ എന്നൊക്കെ പറഞ്ഞ് ബഹളമായി. അവസാനം വല്ല വിധം തുറന്നു. പോലീസിൻ്റെ ഹെൽപ്പൊന്നും അവൻ പോലീസ് കൈവയ്ക്കേണ്ടിയൊന്നും വന്നില്ല. ഇവൻ പറഞ്ഞു ഞാൻ ഈ പോലീസ് ജീപ്പിലൊന്നും കയറൂല, കുമാർ സാറിൻ്റെ കാറിലേ കയറുള്ളൂ. ഇവൻ നല്ല കയ്യിലൊരു തടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ എൻ്റെ കാറിലേ കയറുള്ളൂ, അതും ഫ്രണ്ട് സീറ്റിലേ കയറുള്ളൂ. അപ്പം മറ്റവന്മാർ രണ്ടുപേരും ബാക്ക് സീറ്റിൽ കയറിയപ്പം നീയൊന്നും ഇതിൽ കയറണ്ട, നീയൊക്കെ പോയണേ പോലീസ് ജീപ്പിൽ വാന്ന് പറഞ്ഞു. ഇതാണ് സീൻ. ഏതായാലും ഞാൻ പേടിച്ച് വിറച്ചാണ് കേട്ടോ. സൈക്കാട്രിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും തടി കൊണ്ട് അടി കൊണ്ടാൽ സൈക്കാട്രിസ്റ്റ് ആയാലും വടിയായി പോവില്ലേ. ഏതായാലും ഞാൻ ഇവനെയും കൊണ്ട് വണ്ടി ഓടിച്ച് ഞങ്ങളുടെ തന്നെ വാടി പോയി അവനെ ഇറക്കി. ഇവനെ അത്യാവശ്യം എന്തോ ഒരു കൈയൊക്കെ പിടിച്ച് ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് അവിടെ ഒരു സൈഡ് റൂമുണ്ട്, അതിനകത്ത് അഡ്മിറ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ കുറച്ച് ശാന്തമായി തുടങ്ങി. ഭയങ്കര വയലൻ്റായിരുന്നു, ഒരു വയലൻ്റ് മാനിയാണ്, ഡിസ്ഫോറിക് മാനിയ. ഏതായാലും സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവൻ ഫസ്റ്റ് MBBS ഒക്കെ നല്ല മാർക്ക് വാങ്ങി. അത് കഴിഞ്ഞിട്ട് അതിനൊരു അപ്പോൾ ഇവനെ പിള്ളേരെല്ലാം പറഞ്ഞു ഇവന് ക്ലാസ്സിൽ 2ാമത്തെ റാങ്ക് മാറ്റാണ്, ഒരു ഭയങ്കര മാർക്ക് കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു ഹോസ്റ്റലറാണ് ഇവനോട് പറഞ്ഞു ഒരു ഇത് നടത്താം, ഒരു പാർട്ടി നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവന് അപ്പോൾ ഇവൻ്റെ ബ്രദർ എല്ലാ മാസവും 2 ആഴ്ച ഒരിക്കൽ വന്ന് ഇവന് കാശൊക്കെ കൊണ്ടു കൊടുക്കും, അത്ര കമ്മിറ്റഡ് ബ്രദറാണ്. അപ്പോൾ ഇവൻ രൂപയൊക്കെ ചോദിച്ചിട്ട് കോട്ടയത്ത് എവിടെയോ പോയി വെള്ളം അടിച്ചു കഴിഞ്ഞാണ് ഈ ആദ്യത്തെ അവൻ്റെ മെൻ്റൽ ഇത് ബ്രേക്ക് ഡൗൺ വരുന്നത്. ഏതായാലും ചികിത്സിച്ച് ഇത് പറയാൻ കാര്യം ഞങ്ങളൊക്കെ ഒരേ സമയം ചികിത്സകനും അധ്യാപകനും കൂടി ആകുമ്പോൾ വരുന്ന ആ ഒരു അനുഭവമാണ്. ഞാൻ ഏതായാലും ചികിത്സിച്ചവൻ ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ ഇവൻ്റെ കുട്ടികൾ തന്നെയാണ് ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നത്. ഇവൻ്റെ ബ്രദർ ഇടയ്ക്ക് വന്നു, അയാളെ ഏൽപ്പിച്ചിട്ട് അവർ ക്ലാസ്സിൽ പോകും, വൈകിട്ട് അവർ തന്നെ നിൽക്കും. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമാണ് ഇവനെ. വളരെ നല്ല ഒരു സ്റ്റുഡൻറ്റുമാണ് അവൻ, പാവമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഏതായാലും എനിക്ക് മധുര മെഡിക്കൽ കോളേജിൽ എക്സാമിനറായിട്ട് MD എക്സാമിനറായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരികെ വന്നപ്പം ഒരു ഷോക്കിംഗ് ന്യൂസ്. ഇവൻ റിക്കവർ ചെയ്ത് വരികയാണ്. കോളേജിൽ ഈ ഭരണകാര്യങ്ങൾ പ്രിൻസിപ്പാളിനെ ഉപദേശിക്കുന്നതിനൊരു കമ്മിറ്റിയുണ്ട്, അതിൻ്റെ പേര് കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റാണ്. അതിൻ്റെ മീറ്റിങ്ങിൽ വെച്ച് ഇവനെ കോളേജിൽ നിന്ന് പുറന്തള്ളാൻ തീരുമാനിച്ചു. കാര്യം മാനസിക രോഗമുള്ള ഒരാൾ ഡോക്ടറാകാൻ പറ്റത്തില്ല. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് പ്രിൻസിപ്പാളിന് കുറച്ചൊരു വിഷമകരമായ. അതിന് 2 മാസം മുമ്പ് ലേഡീസ് ഹോസ്റ്റലിൽ ഒരു ഗേൾ സ്റ്റുഡൻറ്റിൻ്റെ സൂയിസൈഡ് നടന്നു. അപ്പോൾ അത് സംബന്ധമായിട്ട് ഒരുപാട് പോലീസ് എൻക്വയറിയൊക്കെ വന്ന് ഇദ്ദേഹത്തിന് സമാധാനമില്ല. പ്രിൻസിപ്പാളും വാർഡനുമാണല്ലോ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത്. ആക്ഷനൊന്നും വരില്ലെങ്കിലും ഇതൊരു വലിയൊരു അൺപ്ലസൻറ്റ്. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളിക്ക് ഈ മാനസിക രോഗമുള്ള കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ ഇനി അവന് മെഡിക്കൽ കോളേജിൽ കയറ്റാൻ പറ്റില്ല. നല്ലൊരു പ്രിൻസിപ്പാളാണ് കേട്ടോ. ഞാൻ ഇദ്ദേഹത്തെ ചെന്ന് കണ്ടു. ഇദ്ദേഹം എന്നെ പറഞ്ഞു അതൊക്കെ നിങ്ങൾ പറയും, നിങ്ങൾ സൈക്യാട്രിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഈസ് ഡേഞ്ചറസ്. അതാണ് ഇവൻ ഇപ്പം തന്നെ ആ കോസ്റ്റലിൽ തന്നെ ആരെങ്കിലും കുത്തുകയോ കൊല്ലുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ സൂയിസൈഡ് പിന്നെയും സഹിക്കാം, ഹോമിസൈഡ് കൊലപാതകം എങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി. അവസാനം ഞാൻ പറഞ്ഞു സാറേ ഇത് ട്രീറ്റബിൾ കണ്ടീഷനാണ്, ട്രീറ്റ് ചെയ്താൽ ശരിയാവും, ഇപ്പം തന്നെ അവൻ 90% ശരിയായി. പറഞ്ഞു എന്തോ ശരിയായി, ഏത് കഴിഞ്ഞാലും വരൂലേ, നിങ്ങൾ പറയുന്ന ബൈപ്പോളാർ രോഗമല്ലേ, അത് പിന്നെയും വരും എന്നൊക്കെ പറഞ്ഞു പുള്ളി. ഏതായാലും ഞാൻ അത് കഴിഞ്ഞ് എനിക്കൊരു വലിയ വിഷമം. അപ്പോഴേക്കും എൻ്റെ ബ്രദർ എന്നെ കാണാൻ വന്നു. ഒരു നിവൃത്തിയില്ല സാറേ, എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാം അംബീഷനാണെന്ന് പറഞ്ഞു. പാവം ഒരു ചേട്ടൻ, അച്ഛനാണേ കിടപ്പാണ്. അപ്പം ഞാൻ വീണ്ടും പിന്നെ ഞാൻ ഈ കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റ് ബാക്കി പ്രൊഫസേഴ്സൊക്കെ വരും. അപ്പം ഞാൻ ഓരോ പ്രൊഫസറേയും പോയി കണ്ട് അതിൽ പലരും അവസാനം വെരി നൈസാണ്. അവിടുത്തെ അന്തരീക്ഷം വളരെ നല്ലതാണ്, നല്ല കാലമാണ്. ഇപ്പോഴും അതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പും ഒക്കെ വളരെ നല്ലതായിരുന്നു ആ കാലത്ത് എന്തായാലും. അപ്പോൾ അതിൽ പല സീനിയേഴ്സും സപ്പോർട്ട് ചെയ്തു. അവസാനം ഇവനെ തിരികെ എടുത്ത് ഇവൻ പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു, ഇവനെ ഇനി ഹോസ്റ്റലിൽ ചേർക്കില്ല, ഇവൻ പുറത്ത് താമസിക്കും. അപ്പോൾ പുറത്ത് താമസിക്കാനൊന്നും എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല കേട്ടോ. പക്ഷേ
അത് നിവർത്തിയില്ല. പിന്നെ കോളേജെങ്കിൽ കോളേജ് എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും കൂടെയൊക്കെ പറഞ്ഞ് ഭാഗ്യത്തിന് ആ മെഡിക്കൽ കോളേജിന് എതിര് വശത്ത് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള ഒരിടത്ത് ഒരു ചെറിയ ലോഡ്ജെന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, ലോഡ്ജെന്ന് പറയാനൊന്നുമില്ല, അവിടെ 5-6 പേര് താമസിക്കുന്നത്, കൂടുതലും ടെക്നീഷ്യൻസും ഒക്കെയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് 1-2 മെഡിക്കൽ സ്റ്റുഡൻസും ഉണ്ട്. അങ്ങനെ ഒരിടത്ത് അയാളൊരു കൺസെഷൻ റേറ്റിൽ ഒക്കെ കൊടുത്തു. അങ്ങനെ അവൻ പഠനം, അതിനിടയിൽ അവന് 1-2 അറ്റാക്കും കൂടെ വന്നു. ഇതിൽ പോസിറ്റീവ് ഇതെന്ന് വെച്ചാൽ അവന് മിക്കവാറും ഇവൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പാണ് മരുന്ന് മുടക്കും, പിന്നെ അങ്ങനെയൊക്കെ വെച്ച് മരുന്ന് മിക്കവാറും പിന്നെ വീണ്ടും കഴിക്കും. അങ്ങനെ 2-3 എപ്പിസോഡ് മൈൽഡായിട്ട് വന്നു. അവൻ നല്ല മാർക്കോടെ ഫൈനൽ MBBS പാസ്സായി. ഇതിലെ സന്തോഷകരമായ വസ്തുത, അത് കഴിഞ്ഞ് അവൻ വളരെ നല്ലതായിട്ട് ഒരു MDക്ക് അഡ്മിഷൻ വാങ്ങി. അവനൊരു നല്ല ഒരു മെഡിക്കൽ കുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു. അവരൊരു ആശുപത്രി, ഇന്ന് ആ പ്രദേശത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ആശുപത്രിയുടെ ഉടമയാണ്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പൊൻകുന്നത്ത് തന്നെയാണ് ഉള്ള ഒരു കുടുംബം. അവിടുത്തെ ഒരു വളരെ പുരാതനമായ ഒരു കുടുംബത്തിലെ അംഗമായ ഒരാളെ വിവാഹം കഴിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ അവളന്ന് 19 വയസ്സോ മറ്റേ ഉള്ളപ്പോഴാണ് വിവാഹം കഴിക്കുന്നത്. ഇയാൾക്കാണെങ്കിൽ 30-31 വയസ്സുണ്ട്. ഇയാളവിടെ വലിയൊരു കച്ചവടവും ഒരുപാട് കടകളും കൃഷിസ്ഥലവും ഒക്കെ ഉള്ള ഒരു വലിയ ഫാമിലിയിലെ അംഗമാണ്. പക്ഷെ വിവാഹം കഴിച്ച് ഇവളുടെ അച്ഛനാണെങ്കിൽ അദ്ദേഹം ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാണ്. പക്ഷേ ഈ വിവാഹാലോചന വന്നപ്പോൾ ചിലർ പറഞ്ഞു ഇവർ വലിയ പണക്കാരാണ്, അത്രയും വലിയ ഫാമിലിയിൽ പോയാൽ നമ്മൾ ആരും അല്ലാതാവും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഏതാണ്ട് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും പൊരുത്തപ്പെടുന്നവരല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, കാര്യം നമ്മുടെ നാട്ടിൽ വ്യക്തികൾ തമ്മിലല്ല വിവാഹം, കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതിൻ്റെ ഒരു സഹവർത്തിത്വത്തിൻ്റേതായ ആ ഒരു സമതുലിതാവസ്ഥ നഷ്ടപ്പെടും എന്നൊരു ധാരണയുണ്ട്. പക്ഷേ അതുപോലെ ഉള്ള ഇത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പക്ഷേ ഇദ്ദേഹത്തിനാണെങ്കിൽ ഒരുപാട് 3 പെൺകുട്ടികളാണ്, അതിൽ മൂത്ത കുട്ടിയാണിത്. അപ്പോൾ ഇവൾ പഠിക്കാനൊക്കെ സാമാന്യമേ പഠിക്കത്തുള്ളൂ. അവൾ കൂടുതലും അടുക്കളയും ആ വീട്ടിലെ കാര്യവും ഒക്കെ നോക്കുന്ന വലിയ ഒരു സ്പാർക്കൊന്നും ഇല്ലാത്ത ഒരു കുട്ടി. അപ്പോൾ അപ്പം ഇവരെല്ലാം കൂടെ ആലോചിച്ചതൊരു വളരെ പേരുകേട്ട ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയാണ്. പിന്നെ സ്ത്രീധനമൊന്നും കൊടുക്കണ്ട, അതൊക്കെയാണല്ലോ കൺസിഡറേഷൻസ്. മറ്റൊരു കാര്യം, ഇയാളെ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. കാണാനുള്ള ഒരു ശരീര സൗഷ്ഠവമോ സൗന്ദര്യമോ ഒന്ന് സാധാരണ പറയുന്ന ഒന്നുമില്ല. കറുത്തിരുണ്ട ഒരാളാണ്, കണ്ണിനൊരു പോരായ്മ, കണ്ണ് ഒരു ഡീവിയേഷൻ, കോങ്കണ്ണ് ഉള്ള ഒരാളാണ്. പിന്നെ മാത്രമല്ല ഇയാൾ ഇച്ചിരി മദ്യപാനിയും ഒക്കെ ആണെന്നുള്ള ഒരു പേരുമുണ്ട് അവിടെ. ഇച്ചിരി ഇതുണ്ട്. പക്ഷേ വലിയ കുടുംബം, ധാരാളം ധനം. അവസാനം ഈ ആലോചന വന്ന് ആദ്യമൊക്കെ പെൺകുട്ടിയുടെ അച്ഛനും ഇഷ്ടമല്ല അവളെ വിടാൻ. പക്ഷേ എല്ലാവരും കൂടെ പറഞ്ഞു, ഇനിയും 2 കുട്ടികളുണ്ട്, നീ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ വന്നതാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പം ആണ് ഇവൾക്ക് ഇത് വല്ലാത്തൊരു അനുഭവമായി. കാര്യം ഇയാൾ വളരെ സ്വാർത്ഥനാണ്, അക്രമമൊന്നും കാണിക്കത്തില്ല, ഉപദ്രവിക്കുകയൊന്നുമില്ല. പക്ഷേ ഒരുപാട് സ്വാർത്ഥത, അയാളുടെ ഇഷ്ടങ്ങളും അയാളുടെ ഇത് മാത്രമേ ഉള്ളൂ. അതെല്ലാം പെടുന്നു. അവളുടെ സംബന്ധിച്ച് അവളുടെ ഇഷ്ടങ്ങളോ അവളുടെ താല്പര്യങ്ങളോ അവളുടെ ജീവിതത്തെ പറ്റിയുള്ള ധാരണകളോ ഈവൻ വിവാഹ ബന്ധത്തെപ്പറ്റി അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തെപ്പറ്റി ഉള്ള ചില ചെറിയ ഇഷ്ടാനിഷ്ടങ്ങളോ ഒക്കെ അപ്രസക്തമാകുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം, അങ്ങനെ മാത്രമല്ല ഏറ്റവും ഭയങ്കരം ഇയാളുടെ അമ്മ, ആണ് ഇയാളെ വാസ്തവത്തിൽ ഇത്രയും ഇത് ചെയ്യുന്നത്. ഇയാൾക്ക്
മദ്യപാനം മാത്രമല്ല, ക്രമേണ അവൾ മനസ്സിലാക്കി ഇയാൾക്ക് കഞ്ചാവ് വലിക്കുന്ന ശീലമുണ്ട്. കുറച്ച് കാലം മുമ്പാണ്, മറ്റ് സാധനങ്ങളുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ എന്തോക്കെ ഉണ്ട്. പക്ഷെ ഇയാൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. അമ്മയാണെങ്കിൽ ഇയാളെ ഒരു രീതിയിലും റിഫോം ചെയ്യാനുള്ള ഒന്നും അമ്മ സമ്മതിക്കത്തില്ല. കാര്യം ഇയാൾക്ക് അയ്യോ അവന് വിഷമം വരും, നീ അത് ചെയ്തു കൊടുത്തേരെ എന്ന് പറയുന്ന ഒരു രീതി. അപ്പം ഇവളതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇത് ചെയ്തു, അങ്ങനെ വന്നു. അപ്പോൾ ഇയാൾക്ക് വാസ്തവത്തിൽ ഒരു ഡയഗ്നോസായിട്ടൊക്കെ പറഞ്ഞാൽ ഇയാൾക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, ഒരുപാട് സ്വാർത്ഥതയുള്ള ഒരു പേഴ്സണാലിറ്റി. ഞങ്ങൾ വളരെ പെക്കൂലിയറായിട്ടുള്ള ചില ശീലങ്ങളൊക്കെ ഉണ്ട്. ചില സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക, പിന്നെ ഫെറ്റിഷിസം എന്ന് പറയും. അരം ഇയാൾക്ക് വേറൊരു ശീലമുള്ളത്, ഇയാളുടെ കുടുംബത്തിലും അടുപ്പമുള്ളവരുടെയൊക്കെ അണ്ടർ ഗാർമെൻറ്റ്സ് കളക്ട് ചെയ്ത് ഒരു പ്രഷ്യസായിട്ട് കൊണ്ട് സൂക്ഷിക്കും. ഫെറ്റിഷിസം എന്നാണ് പറയുക. കാര്യം ഒരു തരം ഒരു കളക്ഷൻ ബിഹേവിയറാണ്, കളക്ഷൻ പെർവേഷനാണ്. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ജീവിതം. അതിനിടയിൽ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഇയാൾ തനിയെ ഇരുന്ന് സംസാരിക്കുക, ചിരിക്കുക, ഹലൂസിനേഷൻസ് എന്ന് പറയുമല്ലോ. അപ്പോൾ മനസ്സിലായി ഇയാൾ വോയിസസ്, അശരീരി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ചിലപ്പം വേണ്ടത്ര വസ്ത്രമൊന്നുമില്ലാതെ നടന്നു തുടങ്ങി വീട്ടിൽ. അങ്ങനെ ഒരു ചികിത്സയുടെ ഒരു അത്യാവശ്യം വന്നു. അങ്ങനെ അപ്പോഴാണ് എറണാകുളത്ത് ആദ്യം ചികിത്സയ്ക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് കോട്ടയത്ത് ചികിത്സയ്ക്ക് കൊണ്ടുവന്നു. ചികിത്സയ്ക്ക് വന്നപ്പോൾ അതിനു മുമ്പ് 2-3 പ്രാവശ്യം ഇയാളെ ഇതൊന്നും ഈ കുട്ടിയോട് പറഞ്ഞിട്ടില്ല. അവളെ നമുക്ക് രാജി എന്ന് വിളിക്കാം. രാജി അവൾക്ക് ധർമ്മസങ്കടത്തിലായി. പക്ഷേ അവൾ തന്നെ കൂടെ നിന്ന് പരിചരിച്ച്. അമ്മ ഒരു ഭയങ്കര ഒരു ഇതാണ്, അമ്മ ഒരു റിയൽ മാട്രിയാർക്ക്. അച്ഛൻ കച്ചവടവും ഒക്കെ ആയിട്ട് നടക്കുന്ന വലിയൊരു പൊതുക്കാര്യ പ്രസക്തനാണ്. അപ്പം വീട്ടുകാര്യം മുഴുവൻ അമ്മയാണ് നോക്കുന്നത്. അപ്പോൾ ഏതായാലും അതിനിടയിൽ ഇയാളുടെ വായിൽ നിന്ന് തന്നെ ഇയാൾ നേരത്തെ ചികിത്സ എടുത്ത്, ഇയാൾക്ക് ഡോക്ടർമാരൊക്കെ അറിയാം, സൈക്കാട്രിസ്റ്റ്. എറണാകുളത്തല്ലേ, ഇപ്പോഴും ഉണ്ടോ ഡോക്ടറെ, ചികിത്സിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് എങ്ങനെ, അത് കഴിഞ്ഞ തവണ എന്നെ അയാളാണ് ചികിത്സിച്ചത്, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ കാര്യം ഞങ്ങളുടെ ഈ മാനസിക രോഗികളുടെ ഒരിത് കുട്ടികളെ പോലെയാണ് ചിലപ്പോൾ, എല്ലാവരും അല്ല, ജനറലി ദേ ഡോണ്ട് ഹാവ് മറച്ചു വയ്ക്കാൻ പറ്റൂല, അവരങ്ങ് പറയും കേട്ടോ. അത് ഒരു ഹാൻഡിക്യാപ്പാണ്. ഏതായാലും ഇയാൾ മറ്റേ ഡോക്ടർ ബേക്കർ ഫെൻ ഇപ്പോഴും ചികിത്സിക്കുന്നുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോഴാണ് ബേക്കർ ഫെൻ എങ്ങനെയാണ്, അത് കഴിഞ്ഞ എന്നെ ചികിത്സിച്ചത് ഡോക്ടർ ഫെന്നാണ് എന്ന് പറയുമ്പോഴാണ് ഇവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഏതായാലും ചികിത്സ ഒക്കെ കഴിഞ്ഞപ്പം സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗമാണ്. അതിനാണ് ഈ മിഥ്യാശ്രവ്യങ്ങളെന്ന് വെച്ചാൽ ഓഡിറ്ററി ഹലൂസിനേഷൻസ്, മിഥ്യാദൃശ്യങ്ങൾ, വിഷ്വൽ ഹലൂസിനേഷൻസ്, സംശയങ്ങൾ, ഭയങ്കര സംശയങ്ങളാണ്. മറ്റേ ആൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും മാഗ്നറ്റ് വെച്ച് തിരിക്കുന്നുണ്ടോ, ഇവിടെ നിന്നുള്ള സിഗ്നൽ എടുത്ത് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള തോന്നലുകൾ. ശരീരത്തിൻ്റെ പാർട്സിനൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു. എൻ്റെ കാലിങ്ങനെ ഇരിക്കും, മുട്ടിൻ്റെ താഴെ അങ്ങ് ഒഴുകി പോകുന്ന പോലെ, ഫ്ലൂയിഡായിട്ട് പോകുന്ന പോലെ, ഇങ്ങനെയൊക്കെ തോന്നുന്നു. പിന്നെ ബോഡി റിലേറ്റഡ് എക്സ്പീരിയൻസസ് ആണ് കേട്ടോ, ബോഡി ഡെല്യൂഷൻസ്, അങ്ങനെയുള്ള തോന്നലുകൾ. ചുരുക്കത്തിൽ എല്ലാം തികഞ്ഞ ഒരു സൈക്കോസ്, ചിത്തഭ്രമം, അതിൻ്റെ ഒരു തീവ്രം. പക്ഷേ ഇതിനൊക്കെ ചികിത്സയുണ്ട്, ഇന്നത്തെ കാലത്ത് ചികിത്സയുണ്ട്. ചികിത്സിച്ച അയാൾ ശരിയായി. 2 കണ്ടീഷൻ: മരുന്ന് മുടക്കരുത്, ഇടയ്ക്ക് പരിശോധനയ്ക്ക് വരണം, പിന്നെ മദ്യം വേണ്ട, കഞ്ചാവ് വേണ്ട, സിഗരറ്റും വേണ്ട. പിന്നെ തീരെ രാവിലെ ബാത്റൂമിൽ പോകാൻ ഒരു സിഗരറ്റ് കൂടിയേ കഴിയുമെന്ന് നമ്മുടെ പേഷ്യൻസ് പറയും. ആയിക്കോട്ടെ, ഒരു സിഗരറ്റ് അനുവദിക്കും, ഇങ്ങനെ പറഞ്ഞാൽ വിടുക. ഏതായാലും പോയി. 1.5 വർഷം കഴിഞ്ഞ് വീണ്ടും അവസ്ഥ ഇത് തന്നെ. അങ്ങനെ അത് വച്ചു. അങ്ങനെ കുറേ 3-4 പ്രാവശ്യം രാജിയെ ഭർത്താവിനെയും കൊണ്ട്. പിന്നെ വന്നപ്പോൾ അമ്മയൊന്നും വരാതായി. അമ്മയും വീട്ടിൽ നിന്നുള്ള രാജി തന്നെ വരും. അപ്പോഴേക്കും ഈ രാജിക്കൊരു നല്ല മാറ്റം. അപ്പോൾ രാജി എന്നോട് പറഞ്ഞു, അവളുടെ വിഷമങ്ങളും പറഞ്ഞു. അവൾ ആലോചിച്ചു. രാജിയുടെ അച്ഛൻ വന്ന് പറഞ്ഞു, മോളെ സാരമില്ല, നിനക്കൊരു 2 പെൺപിള്ളേരാണ്, നിനക്ക് 2 പെൺകുട്ടികളും ഉണ്ടായി,
കുഞ്ഞുങ്ങളെ നമുക്കുള്ളത് വെച്ച് കഴിയാം, നീ ഇങ്ങ് പോരേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ ആലോചിച്ചപ്പം വേറെ 2 അനിയത്തിമാർ കുറേ കഴിഞ്ഞാൽ പറഞ്ഞു, ഇതിൽ വേണ്ട അച്ഛാ, സാരമില്ല, ഇതൊന്നും സാരമില്ല, ഇപ്പോൾ ഇത്രയും നാൾ അനുഭവിച്ചില്ലേ, ഞാൻ തന്നെ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞ് അവൾ ചോസ് ടു സ്റ്റേ ആസ് ഹിസ് വൈഫ്. ഏതായാലും അത് കഴിഞ്ഞ് ഇവൾ തന്നെ വന്നു. ടു കട്ട് ഇറ്റ് ഷോർട്ട്, ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഒരിക്കൽ ഒരു നിഗൂഢമായ സാഹചര്യത്തിൽ അയാൾ മരണമടഞ്ഞു. അത് പൂർണ്ണമായിട്ട് അതിൻ്റെ ഇല്ല, അതൊരു സൂയിസൈഡാണെന്ന് സംശയിക്കാനുള്ള കാരണങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ എവിടെയോ ഒരു ട്രാവലിന് പോവുകയും അവിടെ വെച്ച് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് സേലത്തോ ഇവിടെ ഇയാൾ ചിലപ്പം ഈ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കടയിലെ സാധനങ്ങൾ വാങ്ങാൻ ഫ്രണ്ട്സുമായിട്ട് ഇയാൾക്കൊരു യാത്രയുണ്ട് 2-3 ദിവസത്തേക്ക്, ബിസിനസ് ടൂർ എന്നാണ് പറയുക. അങ്ങനെ പോവും. അവിടെ അല്ലാതുള്ള സ്ത്രീ ബന്ധങ്ങളുമൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതൊന്നും അവൾക്ക് അത്ര അറിഞ്ഞുകൂടാ, അവളൊരു പാവമാണ്. പിന്നെ ഞാൻ ഒരിക്കൽ അവളെ കാണുന്നത് മൂത്ത കുട്ടിക്ക് പരീക്ഷ സമയത്ത്. അപ്പം മൂത്ത കുട്ടി അന്ന് പിന്നെ ഇയാൾ മരിക്കുന്ന സമയത്ത് 10th-ലോ 11th-ലോ മറ്റാണ്. ഇളയ കുട്ടി 3 വർഷം താഴെ. അപ്പോൾ ആ കുട്ടിക്ക് പരീക്ഷ സമയത്ത് ഒരു ആങ്സൈറ്റിയൊക്കെ വന്നു എന്ന് പറഞ്ഞ് എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നു. അത് പെട്ടെന്ന് ശരിയായിപ്പോയി. പിന്നെ കാണുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോട്ടയമൊക്കെ വിട്ട് തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒരു ദിവസം അവൾ വന്നു. അപ്പോൾ അവൾ വന്ന് അപ്പം അവളെന്ന് പറയാനില്ല, രാജിയെ കണ്ടപ്പോൾ മുഖം മാത്രം രാജിയാണ്. ഭയങ്കര തടിയൊക്കെ വെച്ചൊരു പ്രൗഢയായ ഒരു സ്ത്രീ, 40-45 വയസ്സ് വരും. വന്നു. ഡോക്ടറെ ഒന്ന് കാണാൻ വന്നതാണ്. ഞാൻ വന്നു. അപ്പോൾ വെറുതെ കാണാൻ വന്നത്, ആറ്റുകാൽ പൊങ്കാല ഇടാൻ വന്നതാണ്. അപ്പോൾ ഒരു ദിവസം കൂടെ നിന്ന് ഡോക്ടറെയും കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നു എന്ന് പറഞ്ഞ്. എന്നിട്ട് അവൾ പറഞ്ഞ കഥ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ മരിച്ചു, അത് കഴിഞ്ഞ് വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു, കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വന്നു, കേസ് വന്നു, വഴക്ക് വന്നു. എല്ലാം അവസാനം ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിൽ അവൾക്ക് കുറേ കിട്ടി, കുറേ കൂടെ കിട്ടുമായിരുന്നു എന്നൊക്കെ ആളുകൾ പറഞ്ഞു, ബന്ധുക്കളും വക്കീലും ഒക്കെ പറഞ്ഞു. അവൾ പറഞ്ഞു കിട്ടിയത് മതി, ഇനി സമാധാനത്തോടെ ജീവിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മക്കൾ 2 പഠിച്ചു, 2 പേരും നല്ല പൊസിഷനിലായി, 2 പേരും 2 സ്ഥലത്താണ്. അവൾ ഒറ്റയ്ക്കാണ്, രാജി ഒറ്റയ്ക്കാണ്. ഞാൻ ചോദിച്ചു, അപ്പം എങ്ങനെയാണ് രാജി? എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ, ഞാനിപ്പോൾ ഒരു സാരി കച്ചവടം, അതായത് ഈ കാഞ്ചീപുരം സാരികളൊക്കെ ഓർഡർ കൊടുത്ത് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രധാന ഇതിലൊക്കെ കൊടുക്കുന്നത് സ്വന്തമായിട്ട്, അത് എങ്ങനെയോ ഒരു കോണ്ടാക്റ്റ് കിട്ടി, അത് ചെയ്തു. ഇപ്പോൾ ട്രിവാൻഡ്രത്തും എല്ലാം ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അധികം ട്രാവലില്ല, ഹെൽപ്പ് ചെയ്യാൻ 1-2 പേരുണ്ട്, വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല, എല്ലാം കഴിഞ്ഞു. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ പെട്ടെന്ന് അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ പോലെ തല്ലിപൊളിയായിട്ടൊരു ഹസ്ബൻഡ് ഉണ്ടാവില്ല ആർക്കും, അത്ര ബോറായിരുന്നു. പക്ഷേ എൻ്റെ 2 മക്കളും നന്നായി. മെതിയടി ഒരു ഇംപ്രവൈസ്ഡ് മെതിയടിയാണ്. അതിന് ഈ തടിയുടെ ഇടയിൽ ഒരു റബ്ബർ സോൾ വെച്ചിട്ടുണ്ട്, അതുപോലെ ലെതർ സ്ട്രാപ്പും ഉണ്ട്. എങ്കിലും നടക്കുമ്പോൾ ഒരു തടിയുടെ ശബ്ദം കേൾക്കും. അപ്പോൾ ഞാനന്ന് വളരെ ചെറിയതാണ്, എൻ്റെ ശൈശവമാണ് ഈ പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ഇതെങ്ങനെ ഈ ശബ്ദം വരുന്നു നോക്കി. ഒരിക്കൽ ഞാൻ നോക്കിയപ്പോൾ ഈ 2 തടി കഷ്ണങ്ങൾ ചെറുതായിട്ട് ഒരേത്തക്ക രീതി വെച്ചിട്ടുണ്ട്. അത് ഒരു ശബ്ദവും വേണം, സൈലൻ്റായിട്ട് നടക്കുന്നത്. ഒരു വലിയ ഒരു കുടുംബത്തിലെ ഒരു അധിപയായിരുന്നു, ഒരു മെട്രിയാർക്കൽ കുടുംബം.